ഹേ ഗൈസ്, സാൻ ഹിയർ. അപ്പോൾ ഇത് ഫാൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഒരു സ്പോയിലർ റിവ്യൂ ആണ്. അതായത് നമ്മൾ ഈ ഒരു റിവ്യൂവിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഒരു മൂവിയിൽ സംഭവിച്ചത്, അതിലെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് മിസ്സിങ് വന്നത്, ഏറ്റവും മികച്ച സീനുകളായിട്ട് തോന്നിയത് ഏതൊക്കെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണ്ട, കാരണം എന്തായാലും സ്പോയിലർ ഉണ്ടാവും. സോ ഗോ വാച്ച് ദ മൂവി ഫസ്റ്റ്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് റിവ്യൂ അല്ലെങ്കിൽ സ്പോയിലർ ഫ്രീ റിവ്യൂ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഷോർട്ടായിട്ട്. സോ യു ക്യാൻ വാച്ച് ദാറ്റ് ആൻഡ് മൂവി കണ്ടതിന് ശേഷം മാത്രം തിരിച്ചു വന്ന് ഈ ഒരു വീഡിയോ കാണുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ദി ഫാൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. ഇത് ശരിക്കും ഈ ഒരു മൂവി ഞങ്ങൾ മാർവൽ ഫാൻസിൻ്റെയും കേരള പോപ്കോണും ചേർന്ന് നമ്മുടെ വനിതാ കോംപ്ലക്സിൽ എറണാകുളത്ത് ഒരു ഫാൻ ഷോ, ഒരു സ്പെഷ്യൽ ഷോ ആയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് കണ്ടത്. ആൻഡ് ഓഫ് കോഴ്സ് ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അതൊരു വല്ലാത്ത വൈബ് തന്നെയാണ്. അത് എങ്ങനെ വന്നാലും ആ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് അത് എലിവേറ്റ് ചെയ്യും. സോ ഒറ്റ വാക്കിൽ ഈ ഒരു മൂവിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു മൂവി തന്നെയാണ്. പക്ഷേ അതിൻ്റേതായ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നല്ല ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ഫാൻറ്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്നത് ഇതിനു മുൻപ് നമ്മൾ ഇവരുടെ ഒറിജിൻ അല്ലെങ്കിൽ ഈ ഒരു കോമിക്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോമിക് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ ഒറിജിൻ നമ്മൾ മുന്നേ 2 മൂവിയിലും കണ്ടിട്ടുള്ളതാണ്. ആ സമയത്ത് ഈ ഒരു മൂവിയുടെ റൈറ്റ് ഫോക്സ് സ്റ്റുഡിയോസിൻ്റെ കയ്യിലായിരുന്നു. സോ അവർ 2005 അതിനുശേഷം പിന്നീട് നമ്മൾ പറയാൻ പോലും അല്ലെങ്കിൽ സംസാരിക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ റീബൂട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദ തിങ് ഈസ്, അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ഒറിജിൻ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ ഇത് ഇവരുടെ ഒറിജിൻ അല്ല പറയുന്നത്, പകരം ഒരു 4 കൊല്ലത്തിന് ശേഷം നടക്കുന്ന കഥയാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇത് നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു മാർവലിൻ്റെ ഈ 616 എന്ന് അവർ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ 199 ആ ഒരു യൂണിവേഴ്സിലല്ല നടക്കുന്നത്. അതിന് പകരം 828 എന്ന് പറയുന്ന, അതായത് 828 എന്ന് പറയുന്ന പുതിയൊരു യൂണിവേഴ്സ്. ഈ 828 എന്ന് പറയുന്നത് ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ക്രിയേറ്റർ ആയിട്ടുള്ള ജാക്ക് കെർബിയുടെ ബർത്ത്ഡേ ആണ് ബേസിക്കലി. അതുകൊണ്ട് പുള്ളിക്കൊരു ഹോമേജ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു എർത്തിൻ്റെ നെയിം അങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് യൂണിവേഴ്സാണ്, അല്ലെങ്കിൽ ആ ഒരു എർത്ത് ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് വേൾഡാണ്. സോ നമ്മളധികം കാണാത്ത അല്ലെങ്കിൽ മുന്നേ MCUയിൽ കണ്ടിട്ടില്ലാത്ത ആ ഒരു വേൾഡിൽ ടെക്നോളജി ഡിഫറെൻ്റ് ആണ്, അവിടുത്തെ ആൾക്കാരുടെ ബിഹേവിയർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു എർത്തിൽ ഫാൻറ്റാസ്റ്റിക് ഫോർ അവരുടെ സൂപ്പർ ഹീറോ ഫോമിലേക്ക് എത്തിയിട്ട് ഏകദേശം 4 കൊല്ലമായിട്ട് അവരവിടെ ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും കാര്യങ്ങളും ഉണ്ട്. ശരിക്കും ഫാൻറ്റാസ്റ്റിക് ഫോർ കോമിക്സ് എന്ന് പറയുന്നത് കോമിക്സിൽ തന്നെ ഒരു സൂപ്പർ ഹീറോ ഫെറ്റീഗുള്ള സമയത്ത്, അതായത് പലർക്കും കോമൺ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് വരുന്ന സൂപ്പർ ഹീറോ കഥകൾ വായിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് ഇറങ്ങിയൊരു കോമിക്സാണ്. മാർവലിലെ ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു പക്ഷേ പോപ്പുലറായിട്ട് നിൽക്കുന്ന സൂപ്പർ ഹീറോ ജേണറിൽ തന്നെ അല്ലെങ്കിൽ കോമിക്സുകളിൽ തന്നെ ഫസ്റ്റ് സൂപ്പർ ഹീറോ ഫാമിലി എന്നുള്ള ആ ഒരു ഗുണം അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ഫീച്ചർ ഈ ഒരു ക്യാരക്ടേഴ്സിനുണ്ട്, ഫാൻറ്റാസ്റ്റിക് ഫോറിനുണ്ട്. ശരിക്കും സ്റ്റാൻലി ആ സമയത്ത് എല്ലാം എന്താ പറയുക, എഴുതുന്ന കോമിക്സൊക്കെ സിമിലർ ആയതുകൊണ്ടും അതിൻ്റെ വായനയൊക്കെ താഴെ പോകുന്നതും കൊണ്ടും ഈ ഒരു കോമിക്കിൻ്റെ ആ ഒരു കരിയറിൽ നിന്ന് മാറാൻ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഈ ഫാൻറ്റാസ്റ്റിക് ഫോർ എഴുതുന്നത്. അത് എഗെയിൻ പറഞ്ഞതുപോലെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ അവരുടെ ഫാമിലി ബോണ്ട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കോമിക്സിൽ. അതുകൂടാതെ തന്നെ ഇവരൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള പോലെ ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയുണ്ടായെന്ന് വരും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും ഒരു കാര്യത്തിനെ പറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശരിക്കും ഈ കോമിക്സിലും കൊണ്ടുവന്നു. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ സാധാരണ ഒരു സൂപ്പർ ഹീറോ കോമിക്സിൽ ഒരു ലീഡർ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. ഇതിലാവുമ്പോൾ പക്ഷേ ആ ഒരു ഫാമിലിയുടെ ഡൈനാമിക്സ് ശരിക്കും സ്റ്റാൻലിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. അപ്പോൾ വായനക്കാർ സാധാ കഥകൾ വായിച്ച് മടുത്തിരുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു ഫാമിലി എന്നുള്ളൊരു കണക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഫാൻറ്റാസ്റ്റിക് ഫോർ നല്ല രീതിയിൽ ഹിറ്റായി കോമിക്സിൽ. അപ്പോൾ ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്ന ഒരു കോമിക്സാണ് ഫാൻറ്റാസ്റ്റിക് ഫോർ. അത് തന്നെയാണ് എനിക്ക് ഒരു പക്ഷെ തോന്നുന്നു നമ്മുടെ ഈ ഒരു സൂപ്പർ ഹീറോ മൂവിയിലും ഫാൻറ്റാസ്റ്റിക് ഫോർ കൊണ്ടുവരുന്നത്. കാരണം ധാരാളം സൂപ്പർ ഹീറോ മൂവീസും കാര്യങ്ങളും സീരീസും ഒക്കെ വന്നതുകൊണ്ട് തന്നെ മാർവലിലെ പല കഥകളും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണെന്നുള്ളൊരു അവസ്ഥ എത്തി. സൂപ്പർ ഹീറോ പടങ്ങളോട്
ഒരു വിരക്തി നമുക്ക് തോന്നി തുടങ്ങുന്നൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഫേസ് 6 MCUയുടെ ഫേസ് 6 എന്ന് പറയുന്ന സാധനം തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊക്കെ മാറി വേറെ ഒരു യൂണിവേഴ്സിൽ വേറെ ഒരു രീതിയിൽ കഥ പറയുന്ന ഈ ഒരു മൂവി കോമിക്സിൽ ചെയ്ത അതേ കാര്യം തന്നെ ഇവിടെ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിലെ ലീഡറായിട്ടുള്ള റീഡ് റിച്ചാർഡ്സ് ആളാണ് ഈ ഒരു ടീമിനെ നയിക്കുന്നത്. പക്ഷേ നമ്മൾ മുന്നേ കണ്ട സിനിമയിലുള്ളത് പോലത്തെ ആ ഒരു എന്താ പറയുക, പുള്ളി ഒരു പ്രോപ്പർ ലീഡർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അല്ലെങ്കിൽ പുള്ളി സ്മാർട്ടസ്റ്റ് മാൻ ഓൺ എർത്ത് എന്ന് പറയപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിൽ എനിക്ക് കൂടുതലായിട്ടും ഇതിൻ്റെ ഒരു എന്താ പറയുക ലീഡർ എന്നുള്ള രീതിയിൽ അത് ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്നതല്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സോൾ അല്ലെങ്കിൽ പുറകിൽ നിന്ന് ഇതിൻ്റെ ഒരു ലീഡറായിട്ട് ആക്ട് ചെയ്യുന്നത് ശരിക്കും എനിക്ക് സൂസ്റ്റോമായിട്ടാണ് തോന്നിയത്. കാരണം നമ്മളിതിൽ മോൾമാൻ്റെ, അതായത് തുടങ്ങുമ്പോൾ തന്നെ മോൾമാൻ്റെ ഒരു അറ്റാക്ക് കാണിക്കുന്നുണ്ട്. അതിൽ മോൾമാനും സബ്ടെറീനിയ എന്ന് പറയുന്ന അവരുടെ കൺട്രിയുമായിട്ടുള്ളൊരു പീസ് ഉടമ്പടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് മുൻകൈ എടുത്തതും സംസാരിച്ചതും ഹെൽപ്പ് ചെയ്തതൊക്കെ സൂസ്റ്റോമാണ്. അവിടെ തന്നെ ഈ ഒരു സൂസ്റ്റോമിൻ്റെ ഡോമിനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുന്നേ വന്ന 2 ഫാന്റാസ്റ്റിക് ഫോർ സിനിമകളിലും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അവിടെ റീഡ് റിച്ചാർഡ്സിന് തന്നെയാണ് കൂടുതൽ പവർ അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റിംഗ് റോൾ ഉള്ളത്. പക്ഷേ ഇവിടെ വരുമ്പോൾ പല ഡിസിഷൻസും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും കൂടുതലായിട്ടും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് സൂസ്റ്റോമാണ്. ശരിക്കും ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിൻ്റെ, അതായത് സൂവിൻ്റെ മോനെ ഗാലക്ടസ് ചോദിച്ചു എന്നുള്ള കാര്യം മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിന് അവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് ആൾക്കാരൊക്കെ ബഹളം വയ്ക്കുന്ന സമയത്ത് സൂ താഴെ വന്നിട്ട് ഡയലോഗ് പറയുന്നൊരു സീനുണ്ട്. അതായത് ഐ വിൽ നോട്ട് സാക്രിഫൈസ് മൈ ചൈൽഡ് ഫോർ യു ബട്ട് ഐ വിൽ നോട്ട് സാക്രിഫൈസ് യു ഫോർ മൈ ചൈൽഡ് ആസ് വെൽ. അത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇത്ര പവർഫുള്ളായിട്ടുള്ളൊരു കാര്യം പറയുക, അത് ഐ റിയലി ലൈക്ഡ് ഇറ്റ്. അതായത് നമ്മൾ മാർവലിൻ്റെ പല സിനിമകളിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഇംഗ്ലീഷിലെ പല സിനിമകളിലും ഫോഴ്സ്ഡ് ഫെമിനിസം അല്ലെങ്കിൽ വോക്കിസം ഒക്കെ കയറ്റുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഈ ഒരു മൂവിയിൽ ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് സബ്റ്റിലായിട്ടാണ് ശരിക്കും ആ സൂവിനെ ആ ഒരു പവർ ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ 2005 കണ്ട ജെസിക്ക ആൽബയുടെ ഇൻവിസിബിൾ മൂവൺ ആണെന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി വീക്കറായിരുന്നു. പക്ഷേ ഇതിൽ റിയലി പവർഫുൾ. അതും പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ല എന്ന് പറയുന്നത് പോലെ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ ഷീ ഈസ് യൂസിങ് ദാറ്റ് മദർലി പവർ. അതായത് തൻ്റെ മോന് വേണ്ടിയിട്ട് ജീവൻ ത്യജിക്കാനും ഏതറ്റം വരെ പോകാനും ഷീ ഈസ് റെഡി. അപ്പോൾ ആ ഒരു ക്ലൈമാക്സിൽ വരുമ്പോഴും സൂയുടെ ആ ഒരു പവർ അവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സിനും മിസ്റ്റർ ഫാന്റാസ്റ്റിക് എന്ന് പറയുന്ന പുള്ളി ഭയങ്കര ബുദ്ധിമാനാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. സാധാരണ എന്താ പറയുക, ഒരു ബുദ്ധിമാൻ എന്നുള്ളതല്ലാതെ പുള്ളി തന്നെ പറയുന്നുണ്ട് അതിൽ പുള്ളിയുടേതായ കുഴപ്പങ്ങളുണ്ട്. അതായത് ചില കാര്യങ്ങളിൽ പുള്ളി ഫുൾ ലോജിക്കലായിട്ടാണ് തിങ്ക് ചെയ്യുക അല്ലെങ്കിൽ ഇമോഷണലായിട്ട് ചിന്തിക്കില്ല. അപ്പോൾ മറ്റേ ഇതിൻ്റെ നടുക്കേക്ക്, അതായത് ടെലിപ്പോർട്ടറിൻ്റെ നടുക്കേക്ക് ഈ പറയുന്ന പോലെ കുട്ടിയെ വെക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെ പുള്ളി അത് ആദ്യമേ ചിന്തിക്കും. പക്ഷേ പുള്ളിക്ക് അറിയാം അത് ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ പുള്ളിയുടെ ചിന്തയെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല. വേഴ്സ്റ്റ് സിനാരിയോ പുള്ളി എപ്പോഴും ചിന്തിക്കും. സോ ആ ഒരു ക്യാരക്ടറിന് ഒരു സർഫസ് ലെവലല്ലാതെ അതിനൊരു ഡെപ്ത് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജോണി സ്റ്റോമിൻ്റെ ക്യാരക്ടർ ശരിക്കും നമ്മൾ മുന്നത്തെ മൂവിയിലൊക്കെ ഒരു പ്ലേ ബോയ് ടൈപ്പ്, ഒരു കെയർലെസ് എന്നുള്ള രീതിയിലുള്ളൊരു ക്യാരക്ടറൈസേഷനാണ് ഈ ഒരു ക്യാരക്ടറിന്, പ്രത്യേകിച്ച് ക്രിസ് ഇവാൻസ് ചെയ്ത ആ ഒരു ഹ്യൂമൻ ടോർച്ചിനൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഹീ ഈസ് ഓൾസോ എ കേപ്പബിൾ ക്യാരക്ടർ. അതായത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ആ ഒരു വേൾഡിലെ ഏറ്റവും ജീനിയസ് മൈൻഡുകളിൽ ഒന്ന് ആണ് ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോർ ഫാമിലി. അത് ഈ പറഞ്ഞിരുന്ന പോലെ ജോണി സ്റ്റോമിനുമുണ്ട്. ഹീസ് ആക്ച്വലി ബ്രില്യൻ ഗായ്. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ ആ ഒരു ബ്രില്യൻസ്, അതായത് ജസ്റ്റ് ചാമിങ് അല്ലെങ്കിൽ ഒരു പ്ലേ ബോയ് ടൈപ്പ് എന്നുള്ള രീതിയിൽ കാണിക്കാതെ അതിനെപ്പറ്റി ഒരു സൈഡിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും പുള്ളിയുടെ ആ ഒരു ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സൈഡ് അവിടെ കാണിക്കുന്നുണ്ട്. ജോസഫ് ക്വിൻ എന്ന് പറയുന്ന സ്ട്രേഞ്ചർ തിങ്സിൽ എഡ്ഡി ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ഒരു ആക്ടറാണ് ഇതിൽ ജോണി സ്റ്റോമിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വെനീസ കെർബി ആണെന്നുണ്ടെങ്കിലും പെഡ്രോ പാസ്കൽ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള അഭിനയം ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്, എസ്പെഷ്യലി വെനീസ കെർബിയുടെ കാര്യം പറയുമ്പോൾ. അതേപോലെ തന്നെ ബെന്നിൻ്റെ ആണെങ്കിലും, അതായത് ദി തിങ് ആണെന്നുണ്ടെങ്കിലും മുന്നത്തെ കഥകളിൽ ഈ പറഞ്ഞ പോലെ പുള്ളിയെ അധികമാരും ആക്സെപ്റ്റ് ചെയ്യാത്ത ആ ഒരു ഇതിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും ഇവിടെ പുള്ളിയെ ഭയങ്കര ചില്ലായിട്ടാണ് ആൾക്കാർ കാണുന്നത്. പുള്ളിയും ഈ പറഞ്ഞ പോലെ ഒരു ചില്ല് മനുഷ്യനാണ്, ഗുഡ് അറ്റ് ഹാർട്ട്.
അപ്പോൾ എന്താ പറയുക, ഒരു മുന്നത്തെ ഈ പറഞ്ഞ പോലെ ആ ഒരു ക്ലാസിക് ഇറങ്ങിയ ടൈമിൽ ഫാൻറ്റാസ്റ്റിക് ഫോർ കോമിക്സിലൊക്കെ ഉള്ള പോലെ തന്നെയാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് ബെൻ കണ്ടുപിടിക്കുന്ന ഒരു നിമിഷം, അതൊക്കെ എനിക്ക് വളരെ വളരെ എന്താ പറയുക നൈസായിട്ട് തോന്നി. സോ ക്യാരക്ടറിന് നല്ല രീതിയിൽ ഇതിൽ ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. അത് വളരെ മികച്ചൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. ഒന്നാമത്തെ നല്ല കാര്യം അതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വേൾഡ് ബിൽഡ് ചെയ്തേക്കുന്ന അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ഇട്ടിട്ടുണ്ട്. റെട്രോ ഫ്യൂച്ചറിസം ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പഴയ കാലത്തെ ടെക്നോളജിയും പുതിയ കാലത്തെ ടെക്നോളജിയും സമന്വയിപ്പിച്ചിട്ട് വേണം പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു മോശമില്ലാത്ത രീതിയിൽ അത് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ആ ഒരു ഷട്ടിൽ പോകുന്നതും അത് വേം ഹോൾ യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്നതും നമ്മൾ ഗാർഡിയൻ ഓഫ് ദി ഗാലക്സിയിൽ സെയിം ടെക്നോളജിയാണ് കണ്ടേക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് പഴയ കാലത്തേക്ക് വന്നിട്ട് ആ ഒരു ടെക്നോളജി അതിൻ്റേതായ രീതിയിൽ മാറ്റി പറയുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ എനിക്കൊരു എന്താ പറയുക, ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്തേക്കുന്നത് ഈവൻ ഗാലക്ടസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഗാലക്ടസിൻ്റെ ആ ഒരു ഷിപ്പിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗാലക്ടസിൻ്റെ തന്നെ മൊത്തത്തിലുള്ള ഡിസൈൻ അതൊക്കെ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. ഗാലക്ടസ് സ്ക്രീനിൽ വരുമ്പോൾ അതിൽ ആ കാണുന്ന സീനിൽ ഫാൻറ്റാസ്റ്റിക് ഫോർ വളരെ മൈന്യൂട്ടാണ്. ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് തരുന്നത് അതൊക്കെ പ്രോപ്പറായിട്ട് ആർട്ട് അല്ലെങ്കിൽ VFXൻ്റെ ആ ഒരു ടീം ചെയ്തിട്ടുണ്ട്. അതും ഇതിൽ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മികച്ച സ്റ്റോറി. അതായത് വളരെ മികച്ചതല്ല എന്നുണ്ടെങ്കിലും ഒരു പർപ്പസ് ഉള്ള സ്റ്റോറി നമുക്കിതിൽ കിട്ടുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്, ഗാലക്ടസ് വരുമ്പോൾ മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള കഥ തന്നെയാണ്. അതായത് ഫാൻറ്റാസ്റ്റിക് ഫോർ റൈസ് ഓഫ് സിൽവർ സർഫറിലും സെയിം കഥ തന്നെയാണ്. അതിൽ പക്ഷെ വരുന്നത് മെയിൽ സിൽവർ സർഫറാണ്. ഇതിൽ ആ സിൽവർ സർഫറിൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഷലാബാൽ എന്ന് പറയുന്ന ആ ക്യാരക്ടറാണ് ഇതിൽ സിൽവർ സർഫറായിട്ട് വരുന്നത്. ഓൾസോ കോമിക്സിലും ഈ പറഞ്ഞ പോലെ ഒരു ആൾട്ടർനേറ്റീവ് ടൈം ലൈനിൽ ഈ ഒരു ക്യാരക്ടർ സിൽവർ സർഫറായിട്ട് വരുന്നുണ്ട്. സോ ഇതൊരു ഫോഴ്സ്ഡ് ഫെമിനിസോ അല്ലെങ്കിൽ വോക്കിസോ ഒന്നും കയറ്റിയതല്ല. ദർ ഈസ് എ ക്യാരക്ടർ ഹു ഈസ് ഫീമെയിൽ ആൻഡ് ഈസ് എ സിൽവർ സർഫർ. അതേപോലെ തന്നെ ഈ ഗാലക്ടസിന് ഒന്നിലധികം ഹെറാൾഡ്സ് ഉണ്ട്. അതിൽ ഒരാളാണ് ഈ ഷലാബാൽ, ഫീമെയിൽ സിൽവർ സർഫർ. അപ്പോൾ ഈ ഒരു സിൽവർ സർഫർ വന്നിട്ട് അല്ലെങ്കിൽ ഗാലക്ടസ് അവിടെ വന്നിട്ട് ഈ കൊച്ചിനെ ചോദിക്കുക എന്ന് പറയുന്നത് അതിൽ നിന്നും പിന്നെ ഈ ഫാമിലിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫാമിലിയുടെ ബോണ്ടിന് അല്ലെങ്കിൽ അതിനെതിരെ ഫാമിലിക്ക് എടുക്കേണ്ടി വരുന്ന തീരുമാനങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ കഥയായിട്ട് പോയേക്കുന്നത്. സോ എന്താ പറയുക, നമ്മൾ മുന്നത്തെ ഇതിൽ കണ്ടതിനേക്കാളും കൂടുതലായിട്ട് ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ സൂപ്പർ ഹീറോ മൂവി എന്നതിൽ മാറി ഒരു സൂപ്പർ ഹീറോ ഡ്രാമ എന്നുള്ള രീതിയിൽ ഇത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് വന്ന് നിന്നിട്ടുണ്ട്. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി സ്റ്റോറി ഇത്ര അടിപൊളിയല്ല എന്നുണ്ടെങ്കിലും സത്യത്തിൽ ഈ പറഞ്ഞ പോലെ കുറേ ചവർ ആക്ഷൻസ് ഒക്കെ കണ്ടും മടുത്തു. എന്തെങ്കിലും കുറച്ച് കാമ്പുള്ളൊരു സ്റ്റോറി അല്ലെങ്കിൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വരികയാണെങ്കിൽ അതാണ് എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം അതവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ തോന്നി. ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അതും ആ റെട്രോ തീമിൽ അതിൽ വരുന്നതനുസരിച്ചാണ് ചെയ്തേക്കുന്നത്. അതും എന്തായാലും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയായിട്ടാണ് തോന്നുന്നത്. അതേസമയം നെഗറ്റീവ് കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് എന്താ പറയുക മൈനറായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഈ സ്റ്റോറിയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ലോജിക്കിൻ്റെ ചെറിയൊരു അഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഗാലക്ടസ് വരുന്ന ഇറങ്ങി വരുന്ന ഒരു സീനിൽ അതിലെന്തിനാണ് ഗാലക്ടസ് അങ്ങടേക്ക് ഇറങ്ങി വരുന്നത് എന്ന് ഉള്ളത് ഒരു ഡസൻ മേക്ക് സെൻസ്. അല്ലെങ്കിൽ ഈ കൊച്ചിനെ എടുക്കാൻ ഗാലക്ടസ് ഇറങ്ങി വരേണ്ട കാര്യമില്ലല്ലോ. കാരണം ഷലാബാലിനെ കാണിച്ചപ്പോൾ ആ ഒരു ടെലിപ്പോർട്ടിങ് അല്ലെങ്കിൽ നമ്മൾ മറ്റേ UFOയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ആ റേസ് വെച്ചിട്ടാണ് ഷലാബാലിനെ ആ ഒരു ഷിപ്പിലേക്ക് വരുത്തിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ അതുപോലെ തന്നെ എടുക്കായിരുന്നല്ലോ, ഗാലക്ടസ് ഇറങ്ങി വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് എന്താ ലോജിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊരു കോമിക് ബുക്ക് മൂവിയാണ്. ഇതിൽ സൂപ്പർ റിയലിസം കയറ്റുന്നൊരു സാധനമല്ല. പ്രത്യേകിച്ച് ഒരു പഴയ ഫാൻറ്റാസ്റ്റിക് ഫോർ നെ ബേസ് ചെയ്തിട്ട് ഇറക്കുമ്പോൾ എന്തായാലും അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. ദിസ് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദിസ് ഈസ് നോട്ട് ലൈക്ക് ക്രിസ്റ്റഫർ നോളൻ്റെ ബാറ്റ്മാൻ ഒന്നുമല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ടേൺ അല്ല. എനിക്ക് തോന്നുന്നു മാർവൽ ഈ പറഞ്ഞ പോലെ മാർവൽ ആണെങ്കിലും DC ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ റിയലിസത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി കുറച്ചുകൂടെ കോമിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സിനാണെങ്കിലും കോസ്റ്റ്യൂമാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു റിയലിസം കൂടുതൽ ആൾക്കാർക്ക് മടുത്തു എന്ന് തോന്നുന്നു. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ളൊരു ഇഷ്യൂസൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു കോമിക് ബുക്ക് മൂവി എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ സൂപ്പർ റിയലിസമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ, ഇത് മേ ബി ഒരു പക്ഷേ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം.
പിന്നെ ഒരു നെഗറ്റീവ് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷലാബാലിൻ്റെ സ്റ്റോറി തന്നെ അതിനൊരു കംപ്ലീഷൻ കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. മേ ബി അതൊന്ന് റഷായി പോയി എന്നുള്ളൊരു ഫീലിംഗ്. കാരണം ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു എന്താ പറയുക, ഒരു സാൽവേഷൻ ആർക്ക് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും അത് അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ലാസ്റ്റ് ജോണി ഗാലക്ടസിനെ അതിലേക്ക് തള്ളിവിടാൻ വേണ്ടി പോകുമ്പോൾ അല്ലാതെ, ആ സമയത്ത് കയറി വരുന്നതല്ലാതെ ആ ഒരു റിഡക്ഷൻ ആർക്കിനെ ഫോളോ ചെയ്യുന്ന വേറെ ഒന്നും അത്ര നേരത്തെ ഫൈറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി മേക്ക് സെൻസ്. അതായത് സിൽവർ സർഫർ ഗാലക്ടസിനെതിരെ അതുവരെ പോകില്ല, പക്ഷേ ആ ഒരു സമയത്ത് ഡിസിഷൻ, ഇങ്ങനെയൊരു ഗാലക്ടസിനെ അങ്ങനെ തള്ളിവിടാനുള്ളൊരു ഡിസിഷൻ സിൽവർ സർഫർ എടുത്തു എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ വരുന്ന ആ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ആ സിൽവർ സർഫറും ജോണിയും തമ്മിലുള്ള കെമിസ്ട്രി അത് തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള പ്ലാനറ്റുകളിൽ നിന്നുള്ള ആൾക്കാരുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പം മാനസാന്തരം വന്നു എന്ന് പറയുന്നത് മേ ബി എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. ഐ മീൻ പ്ലോട്ട് ഈസ് ഗുഡ്, ബട്ട് അതിനെ കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ കാണിക്കായിരുന്നു. അതെനിക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തില്ല ആ ഒരു സംഭവിച്ച കാര്യങ്ങൾ. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് ബിൽഡിംഗ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലാഗ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു പല സന്ദർഭങ്ങളിലും. ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ പോലെ എന്താണ് ഇവരുടെ സ്റ്റാറ്റസ്, എന്താണ് ഇവരെങ്ങനെ ഒറിജിൻ കംപ്ലീറ്റ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെ ഫാന്റാസ്റ്റിക് ഫോറായി, എങ്ങനെയാണ് ഇവർക്ക് ആ വേൾഡിൽ കിട്ടുന്ന ആ ഒരു റെസ്പോൺസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു ലാഗ് ശരിക്കും എനിക്ക് അവിടെ ഫീൽ ചെയ്തിരുന്നു. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു പുതിയ വേൾഡ് ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ വേൾഡിലെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ആ ഒരു ലാഗ് സ്വാഭാവികമാണ്. അപ്പോൾ ജിത്തു ജോസഫ് പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ ആ ഒരു മൂവി നന്നാവണമെന്നുണ്ടെങ്കിൽ ലാഗ് അവിടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കുറച്ച് പോർഷനൊക്കെ ശരിക്കും ബോറടിച്ചിരുന്നു. പിന്നെ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ആരവും കയ്യടിയൊക്കെ വന്ന സീൻ ഓഫ് കോഴ്സ് നമുക്കറിയാം, ഡോക്ടർ ഡൂം വരുന്നതാണ്. ഫേസ് ഒന്നും കാണിച്ചില്ല, ബട്ട് സ്റ്റിൽ എന്താ അലമുറയിട്ട് തൊണ്ട പോയി ശരിക്കും. ആ ഒരു ക്യാരക്ടറിനെ ഉള്ള റെഫറൻസ് തുടക്കം തുടങ്ങി നമുക്ക് കാണാം. അതായത് ഡോക്ടർ ഡൂമിൻ്റെ കൺട്രി ആയിട്ടുള്ള ലാറ്റ്വേരിയയെ പറ്റിയിട്ടുള്ള ആ ഒരു അതിൻ്റെ പേരും അതിൻ്റെ റെപ്രസെൻറ്റേഷനും ഒക്കെ തുടങ്ങുമ്പോൾ, നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ മൂവി തുടങ്ങി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതേസമയം ഡൂമിനെ പറ്റി അതിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ ഡൂം വരുന്നത് ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് തന്നെ ആകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഡൗൺ, എന്താണ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മൾ ചാനലിൽ ചെയ്യുന്നതാണ്, അതെന്തായാലും ചെയ്യാം. അതേപോലെ തന്നെ സെക്കൻഡ്, അതായത് എൻ ക്രെഡിറ്റ് സീൻ എന്നുള്ളത് അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. അത് പഴയ കാർട്ടൂണുകളിലേക്കുള്ളൊരു റെഫറൻസ് ആണ്. അതിൽ മോൾമാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആദ്യകാലത്തെ വില്ലൻസിനെയൊക്കെ കാണിച്ചിട്ടുള്ളൊരു അനിമേറ്റഡ് ഷോയുടെ ഒരു ഇതാണ് വന്നത്. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ, അതായത് വാട്ട് ടു നോ ബിഫോർ വാച്ചിങ് ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇൻ കേസ് അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും തീർച്ചയായിട്ടും കാണാവുന്നതാണ്. കൂടുതൽ ആ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മൂവിയെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ബ്രേക്ക് ഡൗൺ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് മീ സാൻ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.